എല്ലാ വയറ് വീർത്തുകെട്ടുകളും എക്സസ് ഗ്യാസ് ആണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുത്. എല്ലാ വയറ് വീർത്തുകളും ഒരുപക്ഷെ ഗ്യാസ് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഗ്യാസ് കൊണ്ടല്ലാതെ വയറ് വീർത്ത് കിട്ടുന്ന ഒരു 3 കാരണങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പറയാം. അതിൽ ഒന്നാമത്തേത് നമ്മുടെ ദഹനം ശരിയായി നടക്കാതിരിക്കുകയും മലബന്ധം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അതായത് നമ്മുടെ ഗട്ടിന്റെ മോട്ടിലിറ്റി കുറയുന്നത് കാരണം നമ്മുടെ കുടലിലൂടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ചലിക്കുന്നത് പതുക്കെ ആയിക്കഴിഞ്ഞാൽ, സാവധാനത്തിലായി കഴിഞ്ഞാൽ അത് അവിടെ മലം കെട്ടിക്കിടക്കുന്നതിനും അതുവഴി വാട്ടർ റിട്ടൻഷനും വെള്ളം കെട്ടിക്കിടക്കുന്നതിനൊക്കെ കാരണമാവുകയും അതുവഴി നമുക്ക് വയറിന്റെ വീർത്തുകെട്ടൽ അനുഭവപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ട്. ചില ഭക്ഷണങ്ങളോടുള്ള നമ്മുടെ അലർജി, സെൻസിറ്റിവിറ്റി, അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ പാലും പാലുൽപ്പന്നങ്ങളും, അതായത് നമ്മുടെ ലാക്ടോസ് ഇൻടോളറൻസ്. ഇത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ അത് ദഹനക്കേടുകൾ ഉണ്ടാക്കുകയും കുടലിൽ നീർക്കെട്ടുകൾ ഉണ്ടാക്കുകയും അതുവഴി നമുക്ക് വയറിൽ വീർത്തുകെട്ടൽ അനുഭവപ്പെടാനുള്ള സാധ്യത ഉണ്ട്. മൂന്നാമത്തേത് നമ്മുടെ കുടലിന്റെ ബാക്ടീരിയയിൽ വരുന്ന അസന്തുലിതാവസ്ഥ. നല്ല ബാക്ടീരിയകളുടെ എണ്ണം കുറയുകയോ ചീത്ത ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിക്കുകയോ ചെയ്യുന്നത് നമ്മുടെ കുടലിൽ നീർക്കെട്ടുകളും ഇൻഫ്ലമേഷനും ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതും ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വയറ് വീർത്തുകെട്ടൽ അനുഭവപ്പെടാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലായിട്ട് ഉണ്ട്. എപ്പോഴും ഗ്യാസ് കയറിയതാണ് എന്ന് വിചാരിച്ചിരിക്കാതെ എന്താണ് നമ്മുടെ വയറ് വീർത്തുകെട്ടലിന്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്ന് മനസ്സിലാക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള മാനേജ്മെന്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുടൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു.